സത്യത്തില് ഇന്ന് രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സുഖം തരില്ല. ഒരു വൈകുന്നേരമായാൽ അവിടെ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് അത് നടക്കുക, ഏത് രൂപത്തിൽ കയറാം, അതിന് നമുക്ക് എവിടുന്നൊക്കെ സഹായം കിട്ടുക എന്ന് ചോദിച്ചുകൊണ്ട് ഈ പാലപ്പറമ്പ് ഒരു സുഖം തരില്ല. മാത്രമല്ല, ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ്, ഞാൻ നമ്മുടെ ഈ കമ്പ്യൂട്ടർ കൊടുത്ത ടി അതുപോലെ തന്നെ ഹമീദ് പാലപ്പറമ്പ്, ഇതിലാണെങ്കിലും നേരം വെളുത്ത ചർച്ച വേണം. ഈ പ്രവാസി സംഘത്തിൻ്റെ പരിപാടികൾ, കാര്യങ്ങൾ അത് ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇരിങ്ങല്ലൂരിലൊരു യൂണിറ്റ് ഉണ്ട്, നവീത ഇരിങ്ങല്ലൂരിലൊരു യൂണിറ്റ് ഉണ്ട്, പറത്തൂരിലൊരു യൂണിറ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. ചെറിയൊരു മത്സരം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് അവിടെ കൂടുതൽ ആൾ ചേർക്കണം, ഇവിടെ കൂടുതൽ ആൾ ചേർക്കണം എന്നുള്ള രൂപത്തിൽ പാലപ്പറമ്പനും അതുപോലെ തന്നെ ഹമീദും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഞാൻ എന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയത്, ഞാൻ കാണാത്ത ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഞാൻ എന്നും കേൾക്കും ചെയ്യും, വായിക്കും ചെയ്യും. അങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അതാരാ അറിയും ഞാൻ? അത് ഈ ഇരിക്കുന്ന നമ്മുടെ യോമാക്കാണ്. രാഷ്ട്രീയത്തിൽ വലിയ വൈറുള്ള നല്ല ഇതുള്ള ആളാണ്. എന്നും എന്തെങ്കിലുമൊക്കെ മൂപ്പര് എഴുതിയിട്ട് വരും. എന്നിട്ട് അതിന് മറുപടി കൊടുക്കലാണ് നമ്മളെ വഴി. അതേപോലെ തന്നെ ഇവിടെ പ്രവാസികളാണ് നമ്മളെല്ലാവരും കൂടുതൽ. അധികം റിട്ടയറായിട്ടുള്ള പ്രവാസികൾ കുറേ ഉണ്ട് അല്ലേ? എൻ്റെ സുഹൃത്ത് മാനും നമ്മളെ CH മാനും കൊയ്യൂരുള്ള എടപ്പനാട്ട അയമാഷൊക്കെ പെങ്ങളെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മസ്സനാജിൻ്റെ പെങ്ങളെ കുട്ടി പ്രവാസും ഇവിടെ എത്തിയത്. ഞങ്ങൾ പ്രവാസികൾ, ഞങ്ങൾക്ക് സംഘടന ഒരു ഗ്രൂപ്പ് പെക്സ്കോ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഉണ്ടോ? ടെക്സ്കോ എന്നാണ് ഇതിൻ്റെ പേര്. ഇവര് ഒരു ആയുർവേദിക് റിസോർട്ട് കൊയ്യൂർ കൊടുക്കുന്നു. നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു പോകാം. കടമാറ അറബികളോട് വരുന്നുണ്ട്, ചികിത്സ നേടി വരുന്നുണ്ട്, അതൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ 250ഓളം 250-ലധികം ആൾക്കാർ കൂടിയിട്ട് ഒരു പ്രവാസി ഗ്രൂപ്പ് ഉണ്ട്. ഇരിങ്ങല്ലൂർ ഞങ്ങൾക്ക് ഇതിനുള്ള സ്ഥലമുണ്ട്. 10 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങി, എല്ലാവർക്കും കൂടി സംഘടിച്ച് വാങ്ങിയതാണ്. അതേപോലെ തന്നെ ഈ മാനവ പ്രവാസം കൂടി നടത്തുന്ന ഫെലിസ് എന്ന് പറയുന്ന ഈ ആയുർവേദിക് റിസോർട്ടിൽ ഞങ്ങൾ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മോശമല്ലാത്ത രൂപത്തിലൊരു വരുമാനം അതിൽ നിന്ന് കിട്ടും. ഞാൻ പറയാൻ കാരണം പറയാം, നമ്മൾ പ്രവാസികൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് ഒരുപാട് പരിപാടികൾ നടത്താൻ സാധിക്കും. നമ്മൾ ചേർന്നുകൊണ്ട് സർക്കാരുകൾ ഇപ്പോൾ നമ്മുടെ ദിലീപ് ഇവിടെ പറഞ്ഞു, സർക്കാരുകൾ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രവാസികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, കർഷകർക്ക് കൊടുക്കുന്നുണ്ട്, കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അത് കൂട്ടായിട്ട് കൊടുക്കുന്നുണ്ട്, അതെല്ലാം വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. 2 കോടി രൂപ നമ്മൾക്ക് സർക്കാർ സഹായം വായ്പ. അതിൽ 1 കോടി രൂപ സബ്സിഡി ആയിട്ട് നമ്മൾക്ക് കിട്ടും. അത് സർവീസ് സഹകരണ സംഘങ്ങൾക്ക് തുടങ്ങാം, ഇതേപോലെ തന്നെ പ്രവാസി സംഘങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അത് എന്തിനാ കിട്ടുന്നത് അറിയോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഉൽപാദന വസ്തുക്കൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള കോൾഡ് സ്റ്റോറേജ്, അതല്ലെങ്കിൽ ഗോഡൌണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടും. അതേപോലെ തന്നെ 10 ഏക്കർ ഭൂമി നമ്മളെല്ലാവരും കൂടി കൂട്ടായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ തുടങ്ങുന്നതിന് സർക്കാർ സബ്സിഡിയോട് കൂടിയിട്ടുള്ള സഹായം നമുക്ക് ലഭിക്കും. മനസ്സിലായില്ല? 5 ഏക്കറിന് കിട്ടും. ഇതേപോലെ തന്നെ 35% സബ്സിഡിയോട് കൂടിയിട്ട് നമുക്ക് സഹായം ലഭിക്കും. അതേപോലെ തന്നെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, കുഞ്ഞാലിപ്പോ വാഴക്കൃഷി ചെയ്തിട്ട് അത് വാഴക്കുല കൊണ്ടുപോയിട്ട് വിൽക്കുന്നതിന് പകരം അത് ചിപ്സ് ആക്കിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങളാക്കിയിട്ടോ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് നമുക്ക് സഹായങ്ങൾ ലഭിക്കും. അത് കൂട്ടായിട്ടും കിട്ടും, വ്യക്തിപരമായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ പ്രവാസികളായ ആളുകൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ആരെങ്കിലും ഒരു ഷോർമ കച്ചവടം തുടങ്ങിയാൽ അതിന്റെ തൊട്ടടുത്ത് ഷോർമ കച്ചവടം. പണ്ട് നമ്മൾ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ് അബ്ദുള്ളയും കുരങ്ങന്മാരും. കേട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. മോന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ അബ്ദുള്ളയും കുരങ്ങന്മാർക്കുള്ള കഥ ഞാൻ പറഞ്ഞുതരാം.
അതൊന്നും ഒരു തൊപ്പി കച്ചവടക്കാരനായിരുന്നു.